ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ, തൃശൂർ സ്വദേശികളായ 4 പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ചാ സംഘത്തിൽ 5 പേർ കൂടിയുണ്ടെന്നാണ് വിവരം. കണ്ണൂർ സ്വദേശികളായ പ്രഭുലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ നിഖിൽ, സജിത് സതീശൻ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ നിന്നും കവർന്ന സ്വർണം കണ്ടെടുത്തിട്ടില്ല. കവർച്ചാ സംഘത്തിലെ മറ്റു സംഘാംഗങ്ങൾക്കായി പോലീസ് ഊർജിത തിരച്ചിൽ നടത്തി വരികയാണ്. MK ജ്വല്ലറി ഉടമ കിണാത്തിയൽ യൂസഫ്, അനുജൻ ഷാനവാസ് എന്നിവരെയാണ് ആക്രമിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവരുകയായിരുന്നു. 2.5 കോടി രൂപയിലേറെ വില വരുന്ന സ്വർണമാണ് കവർന്നത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം രാത്രി 8:45 സംഭവം. പതിവ് പോലെ ജ്വല്ലറി അടച്ച ശേഷം സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു യൂസഫും സഹോദരനും. കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു. യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്ത ശേഷം സ്വർണ്ണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് കടന്നുകളയുകയായിരുന്നു. KM ജ്വല്ലറി ബിൽഡിംഗ് ഓടിട്ട കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.